ബ്രിട്ടീഷുകാർ ഇന്ത്യ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയത്. ഈ വിപ്ലവത്തിലൂടെ ബ്രിട്ടീഷുകാർ ഒരു സത്യം മനസ്സിലാക്കി. അതായത്, ഇന്ത്യക്കാർ ഒത്തൊരുമിച്ച് നിന്നാൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അടിമകളാക്കി അധികകാലം തങ്ങൾക്ക് ഭരിക്കാനാകില്ല എന്നതായിരുന്നു ആ സത്യം. ആയതിനാൽ തന്നെ ഇന്ത്യക്കാരുടെ ഒത്തൊരുമ അവസാനിപ്പിക്കാൻ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന കുടില തന്ത്രം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ആദ്യ ചുവടെന്ന നിലയിൽ 1905 ബംഗാളിനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല ബംഗാൾ വിഭജിക്കുക എന്നത്. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഔദ്യോഗികമായി ഉടലെടുത്ത പ്രസ്ഥാനമായ സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ചരിത്രകഥ തുടരാം. ഇന്ത്യക്കാരെ വിഭജിക്കാൻ ഏറ്റവും നല്ല മാർഗം മതമാണ് എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് 1905 കഴ്സൺ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ബംഗാളിനെ വെസ്റ്റ് ബംഗാൾ എന്നും ഈസ്റ്റ് ബംഗാൾ എന്നും രണ്ടായി വിഭജിക്കുകയാണ്. ഇതിൽ വെസ്റ്റ് ബംഗാളിൽ ഹിന്ദു ഭൂരിപക്ഷവും ഈസ്റ്റ് ബംഗാളിൽ മുസ്ലിം ഭൂരിപക്ഷവുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വിഭജനത്തിൻ്റെ ഫലമായി സ്വദേശി പ്രസ്ഥാനം എന്ന ഒരു വലിയ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെടുകയാണ്. 1905 ഓഗസ്റ്റ് 7 കൊൽക്കത്ത ടൗൺ ഹാളിൽ ചേർന്ന യോഗത്തിൽ ബഹിഷ്കരണ പ്രമേയം പാസ്സാക്കിയതോടെയാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഔപചാരിക പ്രഖ്യാപനം നടന്നത്. സ്വദേശി പ്രസ്ഥാനം ലക്ഷ്യം വെച്ചത് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിച്ച് പകരം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്വദേശ വസ്തുക്കൾ ഉപയോഗിക്കുക എന്നതായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബ്രിട്ടനെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കാനും സാധിക്കും. അതായത്, ആ കാലഘട്ടത്തിൽ ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോവുകയും ആ വസ്തുക്കൾ ഉപയോഗിച്ച് സാധനങ്ങൾ നിർമ്മിക്കുകയും അവ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വളരെ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയും ചെയ്തിരുന്നു. ആയതിനാൽ തന്നെ സ്വദേശി പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യയിൽ നാം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് വിദേശ വസ്തുക്കൾ പൂർണ്ണമായും ബഹിഷ്കരിച്ച് ബ്രിട്ടനെ പ്രതിരോധിക്കുക എന്ന തന്ത്രമാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. സ്വദേശി പ്രസ്ഥാനം അതിൻ്റെ പൂർണ്ണ രൂപം പ്രാപിക്കുന്നത് ബംഗാൾ വിഭജനത്തെ തുടർന്നായിരുന്നെങ്കിലും 1850 മുതലുള്ള കാലഘട്ടങ്ങളിൽ തന്നെ ദാദാഭായ് നവറോജി, ഗോപാൽ കൃഷ്ണ ഗോഖലെ, മഹാദേവ് ഗോവിന്ദ് റാനഡെ, ബാലഗംഗാധര തിലക് തുടങ്ങിയ നേതാക്കന്മാർ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ചുവടുകൾ വയ്ക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 1871-72 കാലഘട്ടത്തിൽ പഞ്ചാബിൽ നാംദാരി സിഖുകാർ ഇംഗ്ലീഷ് വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വസ്ത്രങ്ങൾക്ക് പകരമായി കൈകൊണ്ട് നെയ്തെടുത്ത ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാം. ബഹിഷ്കരണം കേവലം ഇംഗ്ലീഷ് വസ്ത്രങ്ങളിൽ മാത്രമല്ല ഒതുങ്ങി നിന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, കോടതികൾ എന്നിവയെല്ലാം പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബഹിഷ്കരിക്കപ്പെട്ടു. 1905 ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്ന ദിവസമായ ഒക്ടോബർ 16 കൊൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ച ജനങ്ങൾ ഉപവാസ സമരത്തിലൂടെയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ബംഗാൾ വിഭജനത്തോടുള്ള തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. ആളുകൾ വന്ദേ മാതരം ആലപിച്ച് തെരുവിൽ പരേഡുകൾ നടത്തുകയും തങ്ങളുടെ ഐക്യത്തിൻ്റെ പ്രതീകമായി പരസ്പരം കൈത്തണ്ടയിൽ രാഖി കെട്ടി പ്രതിഷേധിക്കുകയും ചെയ്തു. 1905 മുതൽ 1911 വരെ നീണ്ടുനിന്ന ഈ പ്രസ്ഥാനത്തിന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല നേതാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. പൂനെ, ബോംബെ എന്നിവിടങ്ങളിൽ ബാലഗംഗാധര തിലകും, പഞ്ചാബിൽ ലാലാ ലജ്പത് റായിയും അജിത് സിംഗും, സയ്യിദ് ഹൈദർ റാസ ഡൽഹിയിലും ചിദംബരം പിള്ള മദ്രാസിലും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി.
സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തവും ഈ പ്രസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ ഫലമായി 1905, 1908 കാലഘട്ടത്തിൽ വിദേശ ഇറക്കുമതിയിൽ ഗണ്യമായ കുറവുണ്ടായി. അതുപോലെ ഈ പ്രസ്ഥാനം യുവാക്കൾക്കിടയിൽ തീവ്ര ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി. 1909 മിൻഡോ മോർലി പരിഷ്കാരങ്ങളുടെ രൂപത്തിൽ ഇന്ത്യക്കാർക്ക് ചില ഇളവുകൾ നൽകാൻ ഈ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണകൂടത്തെ നിർബന്ധിച്ചു. കൂടാതെ സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കും സ്വദേശി വ്യവസായങ്ങളുടെ വളർച്ചയ്ക്കുമൊക്കെ ഈ പ്രസ്ഥാനം കാരണമായി മാറി. എല്ലാത്തിലുമുപരി 1911 ബംഗാൾ വിഭജനം അസാധുവാക്കുന്നതിലേക്ക് ഈ പ്രസ്ഥാനം കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു. 1908 ഗവൺമെൻറ്റിൻ്റെ അക്രമാസക്തമായ അടിച്ചമർത്തൽ സ്വദേശി പ്രസ്ഥാനത്തെ തളർത്തി. അതോടൊപ്പം പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്തതും നേതാക്കൾക്കിടയിൽ ആഭ്യന്തര കലഹങ്ങളും ആശയവ്യത്യാസങ്ങളും ഉണ്ടായതും പ്രസ്ഥാനത്തിന് ദോഷം ചെയ്തു. കൂടാതെ കർഷകരിലേക്ക് പൂർണ്ണമായും എത്താൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചില്ല എന്നതും പ്രസ്ഥാനത്തെ പിന്നോട്ട് വലിച്ചു. ഇതിനിടയിൽ ബ്രിട്ടീഷുകാർ മുസ്ലിം ലീഗ് സ്ഥാപിച്ച് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ച് നിർത്തിയതും സ്വദേശി പ്രസ്ഥാനത്തിന് ഒരു വലിയ വെല്ലുവിളിയായി മാറി. എന്തൊക്കെയാണെങ്കിലും ദേശീയത ഉയർത്തിപ്പിടിക്കാനും അങ്ങനെ ഒത്തൊരുമിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുക്കാനും സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയെ സഹായിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല.